എന്നോട് ദൈവം പറയുക, നിന്റെ കുടുംബത്തിനകത്ത് ഒരാളെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. അത് നിന്റെ അപ്പനെ സൗഖ്യമാക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ കണ്ണുമങ്ങിയ യാക്കോബിന് കാഴ്ച തിരിച്ചു കൊടുത്ത പോലെ നിന്റെ വീട്ടിൽ ഒരാൾക്ക് ദൈവം കാഴ്ച തിരിച്ചു കൊടുക്കാൻ പോവാ. എന്നോട് ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: ആധാരം റദ്ദ് ചെയ്ത് ആധാരത്തിൽ അവകാശമില്ലാതാക്കി വീട്ടിൽ നിന്ന് പുറത്തുപോയ രംഗം നിന്റെ കുടുംബത്തിലുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ ഇന്ന് രാവിലെ ആത്മാവ് പറയാൻ പറയുക, അതിന്റെ ഇരട്ടി നിന്റെ കയ്യിലൂടെ ദൈവം മടക്കി തരാൻ പോവാ. നിന്റെ വീട്ടിൽ ഒരാൾ സൗഖ്യം, നിനക്ക് വിശ്വാസമുണ്ടോ? യേശു എന്നോട് പറയുക, നീ ഒരു രാജ്യം വരെ പോകും, നീ ദൈവവേല ചെയ്യും. നിനക്ക് നിന്റെ ഒരു പ്രായത്തിൽ നിനക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. സത്യ ദൈവം എന്നോട് പറയുക, നഷ്ടപ്പെട്ടതിന്റെ അതൊക്കെ കള്ളത്തരത്തിൽ കൂടെ നഷ്ടപ്പെട്ടതാ. സത്യ അല്ലേ? ദൈവം എന്നോട് പറയുക, അതൊക്കെ തിരിച്ചു വരും, അതെല്ലാം തിരിച്ചു വരും. നീ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകും, അതിന്റെ അപ്പുറത്തെ നിലവാരത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് രാവിലെ അതിനുള്ള പദ്ധതി കർത്താവ് ചെയ്യാൻ പോവാ. നിന്റെ അപ്പൻ ദൈവത്തിന്റെ വേല ചെയ്യും, ദൈവത്തെ ഉയർത്തും. മക്കളെ, നീ കർത്താവിനെ സേവിക്കും, ദൈവവേല ചെയ്യും. നിന്റെ അപ്പൻ ദൈവവേല ചെയ്യും. എന്നോട് ദൈവം പറയുന്നത് എന്നാന്നറിയോ? വിറച്ച കൈകൊണ്ട് യാക്കോബിന്റെ കണ്ണുമങ്ങിയ കണ്ണിന് കാഴ്ച കൊടുത്ത് രഥത്തിൽ കയറ്റിയതുപോലെ നിന്റെ വീട്ടിൽ ഒരത്ഭുതം ഉണ്ടാകും. അതിന്റെ തുടക്കം ഇന്ന് രാവിലെ എന്റെ ദൈവം ചെയ്യാൻ പോകുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച